സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വ്യാഴാഴ്ച രാവിലെ 7 മുതൽ വൈകുന്നേരം 6 വരെയാണ് വോട്ടെടുപ്പ്. കോതമംഗലത്ത് 7 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട്. 1.25 ലക്ഷത്തോളം വോട്ടർമാരാണുള്ളത്. സംസ്ഥാന ഭരണത്തെ അടുത്ത 5 വർഷം ആര് നയിക്കണം എന്ന് വോട്ടർമാർ വിധിയെഴുതുന്ന ദിവസമാണ് വരുന്നത്. രാവിലെ 7-ന് ആരംഭിക്കുന്ന വോട്ടെടുപ്പ് വൈകുന്നേരം 6 വരെ നീളും. വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. പോളിംഗ് ബൂത്തുകളെല്ലാം സജ്ജമായി. കോതമംഗലം നിയോജകമണ്ഡലവും വോട്ടെടുപ്പിന് ഒരുങ്ങി. 1,71,654 വോട്ടർമാരാണ് മനസാക്ഷിയുടെ അംഗീകാരം രേഖപ്പെടുത്തേണ്ടത്. സ്ത്രീ വോട്ടർമാരാണ് കൂടുതൽ. 87,187 സ്ത്രീ വോട്ടർമാരുണ്ട്. കോതമംഗലത്ത് ജനവിധി തേടുന്നത് 7 സ്ഥാനാർത്ഥികളാണ്. സിറ്റിംഗ് MLA ആന്റണി ജോൺ ആണ് LDFന്റെ സ്ഥാനാർത്ഥി. UDFന്റെ ഷിബു തെക്കുംപുറം, NDAയുടെ അജി നാരായണൻ, SDPAയുടെ റോയി അറക്കൽ, രാഷ്ട്രവാദി ജനാധിപത്യ പാർട്ടിയുടെ ഫിൻഡോ സേവ്യർ, സ്വതന്ത്രന്മാരായ ഷിബു കല്ലേക്കാട്ട്, ഷിബു ചാലക്കാട്ട് എന്നിവരാണ് മറ്റ് സ്ഥാനാർത്ഥികൾ. വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്നവർ നിശ്ചിത തിരിച്ചറിയൽ കാർഡുകൾ കൈവശം കരുതണം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തിരിച്ചറിയൽ കാർഡ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, ആധാർ കാർഡ്, സർക്കാർ ജീവനക്കാരുടെ തിരിച്ചറിയൽ കാർഡ് തുടങ്ങി 12 തിരിച്ചറിയൽ രേഖകളിലൊന്നാണ് ഹാജരാക്കേണ്ടത്. പോളിംഗ് ബൂത്തിൽ മൊബൈൽ ഫോൺ അനുവദിക്കില്ലെന്നതും ഇത്തവണത്തെ പ്രത്യേകതയാണ്. ഓരോ ബൂത്തുകളിലും പോലീസിൻ്റെയോ അർദ്ധസൈനിക വിഭാഗത്തിൻ്റെയോ സാന്നിധ്യമുണ്ടാകും. സംഘർഷ സാധ്യതയുള്ള ബൂത്തുകളിൽ കൂടുതൽ നിരീക്ഷണമുണ്ടാകും. പോളിംഗ് ബൂത്തുകളുടെ 200 മീറ്റർ ചുറ്റളവിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ബൂത്തുകളോ വോട്ട് പിടുത്തമോ അനുവദിക്കില്ല. 200 മീറ്റർ പരിധി കൃത്യമായി മാർക്ക് ചെയ്തിട്ടുണ്ട്. GTV ന്യൂസ്, കോതമംഗലം.